ന്യൂസ്. സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കുകയാണോ എന്നാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ 5ാം ദിവസം ചോദിക്കേണ്ടത്. അങ്ങനെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ഇറാന്റെ പൊസിഷൻ എന്ന് പറയുന്നത് അതൊരു വീക്കെൻഡ് പൊസിഷനായി മാറിയിരിക്കുകയാണോ? അമേരിക്ക അടക്കം എടുക്കുന്ന നിലപാടുകൾ, G7 ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ, അങ്ങനെ ഈ സമയത്തേക്ക് ഇന്നലെ ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ വലിയ ആക്രമണമടക്കം ഇറാന് തിരിച്ചു കൊടുക്കാനായിട്ടുണ്ടോ? 24 മണിക്കൂറിലെ കണക്കിൽ എവിടെയാണ് മുൻതൂക്കം? ഇതെങ്ങോട്ടാണ് പോകുന്നത്? കൃത്യമായ മുൻതൂക്കങ്ങളൊന്നും തന്നെ പ്രവചിക്കാൻ ആവാത്ത 5 ദിനങ്ങളാണ് കടന്നു പോകുന്നത്. ആകാശ മേധാവിത്വം പൊതുവെ ഇസ്രായേലിനാണ് എന്നാണ് ഒരു പൊതുപരിഗണന. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ കാണുന്നത്. പക്ഷേ ഇറാനും ആകാശ ആക്രമണങ്ങളിൽ വലിയ രീതിയിൽ ഇസ്രായേലിന് ഡാമേജുകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നതും കാണാതെ ഇരുന്നുകൂടാ. അയൺ ഡോമിന്റെ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട അയൺ ഡോമിൽ അതിൽ സുഷിരങ്ങൾ വീണിരിക്കുന്നു. ഏതാനും മിസൈലുകൾ ഇസ്രായേലിന്റെ മണ്ണിലും പതിച്ചിരിക്കുന്നു. അത് ഒരുപക്ഷെ ഇസ്രായേൽ അത്രയധികം പ്രതീക്ഷിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആയിരിക്കില്ല. അതുകൊണ്ട് എസ്കലേഷൻ ലെവൽ 5, 5 ദിവസം, ഒരു ദിവസം പോലും ഇടതടവില്ലാതെ 5 ദിവസത്തെ എസ്കലേഷൻ ലോകരാജ്യങ്ങൾ അത് കണ്ടു നിൽക്കുകയാണ്. അതേസമയം സമാധാന ചർച്ചകൾ 2-3 ഇടങ്ങളിൽ, ചർച്ചകൾ എന്ന് പറയാനാവില്ല എങ്കിൽ പോലും സമാധാന നിർദ്ദേശങ്ങളും ആഹ്വാനങ്ങളും G7 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാനഡയിൽ ആൽബർട്ടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന G7 സമ്മേളനത്തിൽ ഈ വലിയ രീതിയിലുള്ള ഒരു സമാധാന ആഹ്വാനമാണ് ഉണ്ടായത്. പക്ഷേ അങ്ങനെ ഡ്രാഫ്റ്റ് പ്രപ്പോസൽ അവർ കൊണ്ടുവന്നപ്പോൾ 7 രാജ്യങ്ങൾ, അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും കാനഡയും ജപ്പാനും ചേരുന്ന 7 രാജ്യങ്ങൾ ഒരു സമാധാന ഫോർമുല കൊണ്ടുവന്നപ്പോൾ അതിൽ സൈൻ ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഒരു സിറ്റുവേഷൻ റൂം എനിക്ക് ഓപ്പൺ ചെയ്യാനുണ്ട്, ഞാനിതാ വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചു പോകുന്നു, അങ്ങനെ വാഷിംഗ്ടൺ DC-യിലേക്ക് തിരിച്ചു പോകുന്ന ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ കണ്ടു കഴിഞ്ഞ രാത്രിയിൽ. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയുടെ ഇച്ഛാശക്തി, ഇവിടെ പ്രധാനപ്പെട്ട നിഗമനം അപർണ, അമേരിക്കയ്ക്ക് ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ യുദ്ധം തടയാനാവും എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നു. അതൊരു പരിധിവരെ ശരിയുമാണ്. ഇപ്പോൾ അമേരിക്ക പറയുന്നത്, അല്ലെങ്കിൽ ട്രംപിന്റെ ഓൺ വാക്കുകളിൽ കടമെടുത്തു കഴിഞ്ഞാൽ, ആദ്യം ഇസ്രായേലിനോടൊപ്പമല്ല ഞങ്ങൾ ഇസ്രായേലിൽ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞൊഴിഞ്ഞിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇസ്രായേൽ എക്കാലത്തും ഞങ്ങളുടെ സുഹൃത്താണ്, എക്കാലത്തും ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പം തന്നെയാണ് യുദ്ധങ്ങളിൽ, ഇനിയാണെങ്കിലും അങ്ങനെ സംഭവിക്കാം. ഇറാന് അന്ത്യശാസനം കൊടുക്കുകയാണ്. 60 ദിവസത്തിനുള്ളിൽ എന്തുകൊണ്ട് നിങ്ങൾ ആണവ കരാർ ഒപ്പിട്ടില്ല? 5 റൌണ്ടുകൾ ചർച്ച ചെയ്തിട്ടും കരാറിലെപ്പെടാൻ, അതായത് ആണവ നിർവ്യാപനം ഉറപ്പുവരുത്തുന്ന ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കും എന്ന ഉറപ്പ് നൽകാൻ എന്തുകൊണ്ട് ഇറാന് കഴിഞ്ഞില്ല? 61ാം ദിവസം ഇതാ ഇറാൻ ആക്രമണ വിധേയമായിരിക്കുന്നു. അതുകൊണ്ട് അമേരിക്ക പൂർണ്ണമായ ഉറപ്പുകളൊന്നും തന്നെ സമാധാനം ഉണ്ടാകുമെന്ന പൂർണ്ണമായ ഉറപ്പ് ഇറാൻ നൽകാൻ വിസമ്മതിക്കുകയാണ്. അതിനർത്ഥം എസ്കലേഷൻ അടുത്ത ലെവലിലേക്ക് പോവുകയും ഇറാനിൽ നിന്ന് ഇസ്രായേലിനുള്ള തിരിച്ചടി അതിഭീകരമായ രീതിയിൽ ഉണ്ടാവുകയും ചെയ്താൽ, ഇപ്പോൾ തന്നെ ടെല്ലവീവും ഹൈഫയും അതുപോലെ ജെറുസലമും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഹിറ്റ് ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഹൈഫ നഗരം, എണ്ണ സംഭരണി ഉള്ള ഹൈഫ നഗരം, പ്രത്യേകിച്ച് തുറമുഖ നഗരം കൂടിയാണ്. ഇസ്രായേലിന്റെ നെർവ് സെന്റർ ഓഫ് ഇക്കോണമി എന്നുകൂടി വിശേഷിപ്പിക്കാവുന്ന അവിടെ വലിയ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. ഇത് എസ്കലേഷൻ മോഡിലേക്ക് പോയാൽ അമേരിക്ക രംഗത്ത് വരും. അതിന്റെ ആദ്യ സൂചനയാണ് USS കാൾസൺ. ഓൾറെഡി വിമാനവാഹിനി കപ്പലാണ്, അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലാണ്, ഓൾറെഡി പേർഷ്യൻ ഗൾഫ് മേഖലയിലുണ്ട്. മറ്റൊരു നിമിറ്റ്സ് എന്ന് പറയുന്ന വലിയൊരു വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ തീരങ്ങളിലുണ്ട്. അതിപ്പോൾ മധ്യപൗരസ്യ പ്രദേശത്തെ നോക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 വിമാനവാഹിനി കപ്പലുകൾ വരുന്നത് നിരീക്ഷണത്തിനല്ല എന്നോർക്കണം. വേണ്ടി വന്നാൽ ഇടപെടാൻ വേണ്ടി നൂറുകണക്കിന് ഫൈറ്റർ പ്ലെയിൻസ് ആണ് അതിൽ നിന്ന് പറന്നു വരാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല 50,000-ലധികം ട്രൂപ്സ്, അമേരിക്കൻ ട്രൂപ്സിന്റെ സാന്നിധ്യം 5-6 രാജ്യങ്ങളിലായി, സൗദി അറേബ്യയിലും കുവൈറ്റിലും UAE-യിലും ഒമാനിലും എല്ലാമായി അത്രയധികം അമേരിക്കൻ ട്രൂപ്സിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്ന ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും പങ്കെടുക്കാവുന്ന സാഹചര്യമാണ്. അത് തള്ളിക്കളയാനാവില്ല. ഇവിടെ ഉയരുന്ന ചോദ്യം, ഈ ചർച്ചയിൽ ഉയരുന്ന ചോദ്യം, ഇത് ലോക മഹായുദ്ധത്തിലേക്ക് എത്തി നിൽക്കുമോ എന്നാണ്. ഈ ഘട്ടത്തിൽ അതിനുള്ള സൂചനകളൊന്നുമില്ല. ഇപ്പോൾ ഇറാനും, അതായത് ലോകത്തെ 15ാമത്തെ സൈനിക ശക്തിയാണ്. ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച് ഇസ്രായേലിന്റെ സ്ഥാനം 15ാമത്തെ ആയുധ ബലമുള്ള രാജ്യമാണ്. 16ാമത്തെ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച് 16ാമത്തെ രാജ്യമാണ് ഇറാൻ.
അപ്പം ഏതാണ്ട് സമാസമം നിൽക്കുന്ന രാജ്യങ്ങൾ, ഒരുപക്ഷെ ഏറിയൽ സുപ്രമസി ഇസ്രയേലായിരിക്കാം, പക്ഷെ കരസേനയുടെ ബലം ഇറാനാണ്. പക്ഷെ ഈ രണ്ട് കാര്യങ്ങളും ഏറിയൽ സുപ്രമസി മാത്രമാണ് ഇപ്പോഴത്തെ വിഷയം. കാരണം കരയുദ്ധം ഏതാണ്ട് അസാധ്യമാണ് ഈ ഘട്ടത്തിൽ. കാരണം ഇത് അയൽ രാജ്യങ്ങളല്ല. 1200 മുതൽ 1500 കിലോമീറ്റർ വരെ വ്യത്യാസമുണ്ട്, ദൂരമുണ്ട് ഇസ്രയേലും ഇറാനും തമ്മിൽ. അപ്പോൾ വ്യോമമേഖലയിൽ ഒരു മിസൈൽ, ഒരു ഹൈപ്പർസോണിക് മിസൈൽ ആണെങ്കിൽ പോലും അത് സഞ്ചരിച്ച്, ശബ്ദാതിവേഗ മിസൈൽ സഞ്ചരിച്ച് ഇസ്രയേലിന്റെ ഭൂമിയിൽ ഇറാനിൽ നിന്ന് എത്തണമെങ്കിൽ 12 മിനിറ്റോളം സമയമെടുക്കും. ആ സമയത്ത് അയൺ ഡോം സംവിധാനം, ആരോ, ഡേവിഡ് സ്ലിംഗ്, അയൺ ഡോം ഇങ്ങനെയുള്ള സംവിധാനങ്ങളും പേട്രിയോട്ട് മിസൈലുകളും താഡ് പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം തന്നെ സജീവമായി പ്രവർത്തിച്ചിട്ട് പോലും ഇസ്രയേലിലെ ചെറിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഡോക്ടർ മോഹൻ വർഗീസ്, ഞാൻ ഇടപെടുന്നതിലൊന്ന് ക്ഷമിക്കുക. ഞാൻ അതിലൊരു ക്ലാരിഫിക്കേഷന് ഡോക്ടർ മോഹൻ വർഗീസ് ഇടപെടുന്നതിൽ ക്ഷമിക്കുക. അതായത് ഇതിനകത്ത് ഈ ലോകരാഷ്ട്രങ്ങൾ എടുക്കുന്ന ഒരു നിലപാട്, G7 ഏത് തരത്തിലൊരു നിലപാട് എടുക്കുമെന്ന് വിചാരിച്ചിരുന്നു. ഇതിൽ ഇസ്രയേലിനൊപ്പമാണ് G7 എന്നുള്ള ഒരു പ്രതികരണം വരുമ്പോൾ അതിൽ ഇനിയൊരു നയതന്ത്ര തലത്തിലുള്ള ചില ഇടപെടലുകൾക്ക് സാധ്യത കുറയുന്നു. സൗദിയോടും ഖത്തറിനോടുമൊക്കെ ഇറാൻ നടത്തിയിരിക്കുന്ന അഭ്യർത്ഥനകളൊക്കെ ഇതൊരു നയതന്ത്ര കണക്കൂട്ടലാണോ അതോ ഇറാന്റെ തളർച്ചയാണോ എന്നുള്ളതാണ്. ഇസ്രയേലിനും ഇറാനും തത്തുല്യമാണ്, അല്ലെങ്കിൽ ഏകദേശം ഒരേപോലെയാണ് എന്ന് പറയുന്നിടത്താണ് ഞാൻ ആ പോയിന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹാർനസിംഗ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അപർണ, അത് കൂടുതൽ സാധിക്കുന്നത് ഇന്നത്തെ നിലയിൽ വികസിത ലോകത്തിന്റെ, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തിന്റെ പിന്തുണ ആർജിക്കാൻ സ്വാഭാവികമായി കഴിയുന്നത് ഇസ്രയേലിനാണ്. ഇസ്രയേലാണ് ഈ റൌണ്ടിലെ ആക്രമണകാരി എങ്കിൽ പോലും സ്വാഭാവികമായി ഇസ്രയേലിന് ആ ഒരു മേന്മയുണ്ട്. കാരണം വലിയേട്ടനായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ പിണക്കിക്കൊണ്ടൊരു തീരുമാനമെടുക്കാൻ പടിഞ്ഞാറൻ യൂറോപ്പിലെ ബ്രിട്ടനോ ഫ്രാൻസോ ജർമ്മനിയോ സ്പെയിനോ ഇറ്റലിയോ ഒന്നും തന്നെ തയ്യാറാവില്ല എന്നതുകൊണ്ട് അക്കാര്യത്തിൽ ഇസ്രയേൽ തന്നെയാണ് മേൽക്കൈ. അതേസമയം ചൈനയും റഷ്യയും സ്വാഭാവികമായി ഇറാന്റെ പങ്കാളികളാവേണ്ടതാണ്. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം എത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഇറാന്റെ യുദ്ധമാണ്, അത് ഇറാൻ അടിച്ചു തീർക്കട്ടെ എന്ന നിലപാടിലാണ് തൽക്കാലത്തേക്ക്. റഷ്യയും ചൈനയും എല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴും ആക്റ്റീവായി യുദ്ധരംഗത്ത് വരാൻ, അമേരിക്ക ഇസ്രായേൽ അനുകൂലമായി യുദ്ധരംഗത്ത് വരാൻ സന്നദ്ധമാകുന്നത് പോലെ ഒരിക്കലും റഷ്യയോ ചൈനയോ ഇറാന് വേണ്ടി യുദ്ധരംഗത്ത് വരാനാവില്ല. അതുകൊണ്ടാണ് ഇറാൻ നേരിടുന്ന ഒരു പൗണ്ടിംഗ്, ഹെവി പൗണ്ടിംഗ്, ആണവ നിലയങ്ങൾ ആക്രമണ വിധേയമായിരിക്കുന്നു, സൈനിക നേതൃത്വം അപ്പാടെ വധിക്കപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ആണവ ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു, അതുപോലെ കാര്യമായ നാശനഷ്ടങ്ങൾ ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്കും ന്യൂക്ലിയർ സൈറ്റ്സിനും എല്ലാമുണ്ട്. അതിനുപരിയായിട്ടാണ് ഒരു റെജീം ചേഞ്ച് എന്ന നിലയിലാണ് ഇസ്രായേൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ റൌണ്ടിൽ ഈ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുന്ന, സാമ്പത്തിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു, സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു, ഇതെല്ലാം ഒരു ലെവലാണ്. ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഭരണകൂടത്തിലെ മാറ്റമാണ് ആത്യന്തികമായി ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. കാരണം ഇതൊരു പെരിനിയൽ പ്രോബ്ലമായി ഇസ്രായേൽ കരുതുന്നു. അതുകൊണ്ട് ആ സമാധാനം, ആ മേഖലയുടെ, പ്രത്യേകിച്ച് അവരുടെ ഇവിടെ ചോദിച്ച അറബ് രാജ്യങ്ങളുടെ ഉൾപ്പെടെ GCCയുടെ ഉൾപ്പെടെയുള്ള നിലപാടുകൾ അത് വളരെ ചെക്കേർഡ് നിലപാടുകളാണ്. കാരണം GCCക്ക് പൊതുവെ ഇസ്രായേൽ വിരുദ്ധ നിലപാട് എടുക്കാനാവൂ. ഇസ്രായേൽ ആക്രമണകാരിയാണ്, ഇസ്രായേൽ ആക്രമണം നിർത്തണം, അരുത് കാട്ടാള എന്ന് പൊതുവെ പറയുമ്പോഴും രഹസ്യമായി ഇറാന് രണ്ട് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ രണ്ടടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന രാജ്യങ്ങളാണ് പല അറബ് രാജ്യങ്ങളും. കാരണം ഇറാൻ ഒരു ആണവ രാജ്യമായി മാറിക്കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് മാത്രമല്ല ത്രെട്ട്, ഒരുപക്ഷെ സൗദി അറേബ്യയ്ക്കും അയൽ രാജ്യങ്ങൾക്കും എല്ലാം തന്നെ അത് ഭീഷണിയാകും എന്ന നിഗമനത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് there is a convergence of interest, strategic interest of Israel, United States of America, Western Europe and the Arab Islamic world. അവിടെ വേറിട്ട് നിൽക്കുന്ന രാജ്യം ഒരുപക്ഷെ ഇസ്ലാമിക ലോകത്തെ ടർക്കി മാത്രമാണ്, സ്വല്പം വേറിട്ട് നിൽക്കുന്ന രാജ്യം. പക്ഷെ വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ തയ്യിബ് എർദോഗാൻ എന്ന ടർക്കിഷ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്നതല്ലാതെ കാര്യമായ യുദ്ധരംഗത്തേക്ക് തുർക്കിയും വരാൻ സാധ്യതയില്ല. വേണമെങ്കിൽ ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാം, തുർക്കി മധ്യസ്ഥത വഹിക്കാം എന്ന ഓഫറുണ്ട്. ഒരു കാരണവശാലും ഇസ്രായേൽ അതിന് സമ്മതിക്കില്ല. ഒരു മുസ്ലിം രാജ്യം നിഷ്പക്ഷമായ രീതിയിൽ ആ ഒരു മധ്യസ്ഥത വഹിക്കും എന്ന് കരുതാനാവില്ല. പിന്നെ ഇപ്പം ബാക്കിയുള്ളത് എന്താണ്? ഒരു മധ്യസ്ഥത വഹിക്കാൻ കപ്പാസിറ്റിയുള്ള രാജ്യം ഇന്ത്യ പോലെയുള്ള ഇറാനോടും ഇസ്രായേലിനോടും ഏതാണ്ട് ഒരുപോലെ ബന്ധമുള്ള, എന്നാൽ മനസ്സുകൊണ്ട് ഇസ്രായേലിനോട് ഏറെ അടുത്ത് നിൽക്കുന്ന ഇപ്പോഴത്തെ ഇന്ത്യൻ ഭരണകൂടം, അത് ഒരുപക്ഷെ മധ്യസ്ഥത വഹിക്കാനുള്ള സിറ്റുവേഷനിലായിരിക്കും. പക്ഷേ അതിനുള്ള സമയമെല്ലാം കടന്നുപോയത്. മാത്രമല്ല ഇന്ത്യയുടെ നയമനുസരിച്ച്
തേർഡ് പാർട്ടി മീഡിയേഷൻ ഇന്ത്യയുടെ ഒരു പോളിസി അല്ല. ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന നിലപാടാണ് എക്കാലത്തും ഇന്ത്യക്ക് 1972 സിംല ഉടമ്പടി മുതലുള്ള ആ നിലപാട് ഒരിക്കൽ കൂടി ഇന്ത്യ ആവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ടാണ് ഇന്ത്യ പ്രമേയങ്ങളിൽ നിന്നുൾപ്പെടെ ഐക്യരാഷ്ട്ര സംഘടനയുടെയും അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു ഷാങ്ഹായ് കോഓപ്പറേഷൻ കൌൺസിൽ, അവിടെ വന്ന ഈ യുദ്ധത്തെ വിമർശിച്ചുകൊണ്ട് വന്ന വലിയ പ്രസ്താവനയിൽ പോലും ഒപ്പിടാനും വോട്ടെടുപ്പിൽ പങ്കെടുക്കാനും ഭാരതം വിസമ്മതിച്ചത് ഭാരതത്തിന്റെ എക്കാലത്തെയും കമ്മിറ്റ്മെന്റ് ആണ്. No third party mediation. There should be direct negotiation between the two parties. അങ്ങനെയെങ്കിൽ അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുങ്ങി എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഇപ്പോൾ G7 എന്ന ബസ് അവിടെ മിസ്സായി കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രതീക്ഷ അമേരിക്ക ഒരു ചെറിയ പ്രതീക്ഷയുടെ തിരുനാളം അപർണ കത്തിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആണവ പരിപാടി ഉപേക്ഷിച്ച് ഞങ്ങളോടൊപ്പം ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്നൊരു കരാർ തീർച്ചയായിട്ടും ആ ഓഫറിലേക്ക് പറഞ്ഞു ഇസ്രായേൽ ആക്രമണം നിർത്തണം. ആ ഒരു ഓഫറിലേക്ക്